ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ കുടുംബത്തിൽ അംഗമാവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ അമർത്തേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പാതിരാത്രി, അതായത് ഈ രാത്രി 11 മണിക്ക് നമ്മൾ ഇവിടെ നിന്നും കോട്ടയത്തേക്ക് പോവുകയാണ്. എന്താ സംഭവിച്ചാൽ ഇന്നാണ് നമ്മുടെ ആ ദിവസം. എന്താ ജിതിയെ? ഗോപ്രോ പറഞ്ഞ ദിവസമാണ് ഇന്ന്. നമ്മളങ്ങനെ ഗോപ്രോ 10 മേടിക്കാനായിട്ട് നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയത്തല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ വൈക്കത്തേക്കാണ് പോകുന്നത്. ഇത് നല്ല രാത്രി കേട്ടോ. അല്ല പിന്നെ നമ്മൾ വൈക്കത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന മാനന്തവാടി എന്താ പറയുക സ്ഥലത്താണ് അല്ലേ. മാനന്തവാടി നമ്മുടെ ടൗണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എടാ ഹൈമാക്സിലേക്ക് പോയി ഇവിടെ പോകണം. ഉത്തരം പറയണം. ഹൈമാക്സ് ലൈറ്റ് പിന്നെ അടിച്ചു പോയതാ. ഈ കാണുന്നല്ല ഹൈമാക്സ് ലൈറ്റ് ഉണ്ട്, അത് വീണ്ടും അടിച്ചു പോയിരിക്കുകയാണ്. ഒന്നുമില്ല, അപ്പൊ വണ്ടി അടിച്ചു പോയി. ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലൈറ്റ് അടിച്ചു പോയ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് ആ ലൈറ്റ് പണിയെടുക്കാൻ വേണ്ടി JCB കയറിയിട്ടാണ് പണിയെടുത്തത്. എന്നിട്ട് ആയിട്ടില്ല. ഓക്കെ ലീവ് എല്ലാം വിട്ട് എല്ലാം മോനെ നോക്കിക്കോട്ടെ, എന്നെ ഇടിച്ചിട്ട് പോകും എല്ലാം നമ്മൾ നാട്ടുകാരാ. അങ്ങനെ നമ്മളിന്ന് ഗോപ്രോ മേടിക്കാനായിട്ട് വൈക്കത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനന്തവാടി. ഇവിടെ നിന്നും നമ്മൾ കോഴിക്കോട്, തൃശ്ശൂർ, പിന്നെ എറണാകുളം, എടപ്പള്ളി വഴി നമ്മൾ എങ്ങോട്ടേക്ക് പോകണേ? വൈക്കത്തേക്ക് പോകണം. ഇപ്പോൾ ഇവിടെ ലേശം ഇരുട്ടിൻ്റെ കുറവുണ്ട്. അപ്പം നമ്മളിവിടെ ഇന്ന് വീണ്ടും നമ്മുടെ ക്യാമറമാൻ ജിബ്രൂട്ട് നമ്മളിവിടെ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ബെൻസ് പോലെ പോകുന്നുണ്ടെങ്കിൽ കസ്റ്റഡാണ് കേട്ടോ, ഓർമ്മിച്ചിട്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് മുന്നോട്ട് പോകാൻ നോക്കാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇത് കോട്ടയ്ക്കൽ നിന്ന് നമ്മൾ വാളാഞ്ചേരി ഭാഗത്തേക്ക് പോകട്ടോ. അവിടെ പോകുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കുറേ സൂപ്പർ താരങ്ങളുണ്ട് കേട്ടോ. കഴിഞ്ഞതിനും നമ്മൾ കൊച്ചിയിൽ വന്നിട്ടൊന്നും നമ്മൾ പല ഷോറൂമുകളിലും കയറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഓരോന്നോരോന്ന് പുറത്ത് നിന്ന് നിങ്ങൾ കാണിച്ചിട്ട് ഈ രാത്രിയിൽ ഇവിടെ നിന്ന് കാണിച്ചു കുറേ സൂപ്പർ താരമുണ്ട് കേട്ടോ. അതാ ആദ്യം തന്നെ ഇതാണ് മിനി കൂപ്പർ കേട്ടോ. ഇത് മിനി കൂപ്പറിൻ്റെ ഏറ്റവും ആണിത്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വരുന്നത് കേട്ടോ. അത് പറയാൻ കാരണം വെച്ചാൽ മുന്നിൽ കാണുന്ന ആ 2 വരെ ഇതെല്ലാം ഏറ്റവും പുതിയ എഡിഷൻ വരുന്നത്. കുഞ്ഞു സാധനം, എന്ത് രസമാണ്, എന്ത് ക്യൂട്ടാണ്. അതുപോലെ ഇതാണ് താരം, ഇതാണ് ചവർലെറ്റിൻ്റെ കമാരോ അങ്ങനെയൊക്കെ സാധനം. ഇത് ഗൾഫിലൊക്കെ ഒരുപാട് കണ്ടത്. ഇത് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വന്ന വണ്ടിയോ മറ്റുമാണ്. കൺവെർട്ടബിൾ കേട്ടോ. റൂഫ് ബ്ലാക്കാണ്, കൺവെർട്ടബിൾ വണ്ടിയായത്. HP ഹിമാചൽ പ്രദേശ് വണ്ടി കേട്ടോ. പിന്നെ കാണാവുന്നത് അവിടെ ഒരു മിനി കൂപ്പർ ഉണ്ട്. അതും ഏതാണ്ട് സെയിം തന്നെയാണ്, തന്നെയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്നുണ്ട്. ഇനി ഇതാണ് BMW M Sport 5 സീരീസിൻ്റെ M Sport കേട്ടോ. ഈ കാണുന്ന നീല അടാറ് വണ്ടിയാണ്. പിന്നെ ഇതാണ് നമ്മളെ ബെൻസിൻ്റെ C ക്ലാസ് കൺവെർട്ടബിൾ, സാധാ കൺവെർട്ടർ വണ്ടി. നല്ല നോർമൽ പെട്രോൾ എഞ്ചിൻ കേട്ടോ വരുന്നത്. പിന്നെ പുറകിൽ പിന്നും ഒരു മിനി കാണുന്നുണ്ട്. പിന്നെ ഏതൊക്കെ വണ്ടി പുറകിലുണ്ട്. കഴിഞ്ഞതിന് കൊച്ചിയിലെത്തിയിട്ട് കൊച്ചിയിൽ നിന്ന് ഷോറൂമിൽ നിന്ന് നമ്മൾ പുറത്താക്കിയിരുന്നത് നമ്മൾ പറഞ്ഞില്ലല്ലേ. പോകുമ്പോൾ പറഞ്ഞില്ല എന്താ സംഭവം എന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം, ഡീറ്റെയിലും പറഞ്ഞു. നമ്മൾ പല കാരണങ്ങളുണ്ട് നമുക്കവിടെ പുറത്താക്കിയിരുന്നു, അത് നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഗോപ്രോ മേടിക്കാനായി വീണ്ടും മുന്നോട്ട് പോകണം വാളാഞ്ചേരിക്ക്. നീ ടൗണോ? ഇല്ല, അങ്ങനെ ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് വീണ്ടും പോകാൻ പോവാണ്. പക്ഷെ ഇവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ. എനിക്ക് മിനി കൂപ്പർ രസം കേട്ടോ. വണ്ടി നല്ല രസം കേട്ടോ. ക്യാമറ ഇതടാ സാധനോ, ഇത് സൂപ്പർ സാധനം. ഇത് മിനി കൂപ്പർ, ഇത് കിട്ടിക്കച്ച സാധനം ഇത്. അപ്പൊ നമ്മളിന്ന് പിന്നെ ഇവിടെ നിന്ന് മുന്നോട്ടാണ്. ഇവിടെ നിന്ന് ഇഷ്ടപാട് ബസ് കാണുന്നുണ്ടോ. നമ്മൾ ടൂറിസ്റ്റ് ബസ്, ഇഷ്ടമാകുമ്പോൾ ടൂറിസ്റ്റ് ബസ്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഹാരാ, ചാടിച്ച് വിട്ട് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വാളാഞ്ചേരി കോട്ടയ്ക്കൽ കോഴിക്കോട് റോഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര റിമ്പിൾ സ്ട്രിപ്സ് എന്നാണ് ആ സാധനം. അത് ഭയങ്കര, അത് വണ്ടിക്കിനടുത്ത് ഷേക്ക് അടിക്കുന്ന പട്ടയെന്ന് അടിക്കുന്ന അതൊരു വിഷയം തന്നെയാണ്. അത് മിന്നലായിരിക്കട്ടെ പോകുന്നത്. മിന്നലാ പോകുന്നത്. അപ്പോൾ നമ്മൾ പറയാം റിമ്പിൾ സ്ട്രിപ്സ്, അത് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഒന്നേ ആശാൻ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്നാണ് നമ്മളെ സർക്കാരിൻ്റെ അവസ്ഥ. അത് റോഡ് വെക്കേണ്ട ആവശ്യമില്ല. എന്തോ ഒരു അടിയെന്ന് കട്ടക്കട്ടയെന്നുണ്ട് അടിച്ചിട്ട് പേരെന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് റിഫ്ലക്ടർ ഉണ്ട്. ഇതിലൊരു 10-15 നമ്മളെ ചുരത്തി കൊണ്ട് വെച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ മഞ്ഞ് കാലത്ത് നമുക്ക് എന്തെങ്കിലും ഉപയോഗമായിരിക്കും. അപ്പോൾ നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വർത്തമാനം എന്താ പറയുക നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് ഫ്ലൈ വീലാട്ടോ. ഫ്ലൈ വീൽ ഇന്ത്യ എന്ന സ്ഥാപനം കേട്ടോ. ഇത് ഫ്ലൈ വീലാ. ഇത് നമ്മൾ ഹാനിൻ്റെ ഫ്ലൈ വീലാ. എന്താ ഫ്ലൈ വീൽ കേട്ടോ. എന്താ സാധനം ഇതേ പോണ്. എന്തുമാത്രം ബസ്സാണ് യുവരാജ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകാൻ പോണ്. തൊണ്ടയൊക്കെ അടഞ്ഞു പോയി. അങ്ങനെ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് വാളാഞ്ചേരിക്കും അതുപോലെ തന്നെ കോട്ടയ്ക്കലിന് ഇടയ്ക്കുള്ള സ്ഥലം കേട്ടോ. നല്ല രസമുള്ള സ്ഥലം വെച്ചാൽ നമ്മൾ എപ്പോഴും നിർത്താം വെച്ചാൽ
ഈ കത്തുന്ന പോലെ എപ്പോൾ റിഫ്ലാക്ടർ ഇങ്ങനെ മിന്നി നിൽക്കും കേട്ടോ ഇവിടെ ഫുൾ ടൈം. ഇതിൻ്റെ സംഭവം തന്നെ കണ്ണിലടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അല്ലേ വേറെ വണ്ടിയൊന്നും കാണുന്നില്ല, ഇതിൻ്റെ വെട്ടം അടിച്ചിട്ടാ ഇങ്ങനെ മിന്നി കളിക്കും കേട്ടോ. എൻ്റെ ശരീരത്തിൻ്റെ അറിയില്ല, ഇല്ല ഇത് മാത്രം ഉണ്ടാവും, ഇത് മിന്നി കളിക്കൂടോ ഹൈലൈറ്റ്. ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്, ഇതൊരു ഡേഞ്ചർ ഏരിയ കേട്ടോ. ആ നോക്കുന്നത് വണ്ടിയൊന്നും വലിഞ്ഞ് മര്യാദയ്ക്ക് കയറി തന്നെ ഇല്ല, അമ്മാര് ഡേഞ്ചർ റോഡ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല തിരക്കാണ് വെച്ചാൽ ഈ ശബരിമല വണ്ടി വണ്ടമാനം പോകുന്നുണ്ട്, അതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ. ഇനി വേറെ എന്താ പറയുള്ളൂ, നമ്മളിപ്പോൾ ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് വേണം. ഇനി പോകേണ്ടത് വാളാഞ്ചേരിയിൽ നിന്ന് എടപ്പാള്, അതുപോലെ തൃശ്ശൂർ, അങ്ങനെയായിട്ട് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്നും പിന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗോപ്രോ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, അതായത് ഈ എൻ്റെ പുറകെ കാണുന്നില്ല ഇതാട്ടോ, ഇത് അവിടുത്തെ ചീനവല കായലോര അല്ലേ, ചീനവല കായലോര. ഇത് നമ്മൾ ജസ്റ്റ് ഇന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് നമ്മുടെ സന്തോഷ് എബ്രഹാം സാർ അങ്ങ് അമേരിക്കയിൽ നിന്ന് കൊടുത്തു വിട്ട സാധനം അല്ലേ, ഗോപ്രോ 10 ബ്ലാക്ക്. ആദ്യം സാധനം ഇവിടെ ഇതാണ് ഗോപ്രോ 10 ആട്ടോ. അതാ 10 ബ്ലാക്ക് ആണ് ഈ കാണുന്നത്. അത് മാത്രം പറഞ്ഞാൽ പോരാ, എക്സ്ട്രാ 2 ബാറ്ററിയും അതിന്റെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് അതാണ് നമ്മളോട് സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞത്. സംഭവം ഉണ്ട്. സംഭവം ഇപ്പൊ പറഞ്ഞാൽ പിന്നെ ഇത് എന്താ പറയാ, ഇത് എന്താ പറയുക, ആ സാധനം പിടിക്കാനുള്ളത് ഗ്രിപ്പൊക്കെ സെപ്പറേറ്റ് ആകുമ്പോൾ മേടിച്ച് തന്ന് അതൊക്കെ റെഡി. ഇനി ഇതിൽ ഏറ്റവും വലിയ സർപ്രൈസ് ഉണ്ട്, അത് നമുക്ക് എന്താ പറയാ വേറൊരു വീഡിയോ എടുക്കാം അല്ലേ. നമ്മളെ സ്ഥിരം പള്ളീൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ അതായത് ഈ ക്യാമറേൻ്റെ ഫുൾ, അതായത് ഈ ക്യാമറ ഉണ്ടല്ലേ, ഈ ക്യാമറേൻ്റെ ഫുൾ വീഡിയോ നമുക്ക് അവിടെ നിന്ന് ചെയ്യാം അല്ലേ. ഞാനും ആദ്യമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടെല്ലാവർക്കും നന്ദി നമസ്കാരം പറയുന്നതിന് മുന്നേ ഇവിടെ ഇങ്ങനെ കേട്ടോ ചീനവല കായലൂരെന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം അവിടെ മീൻ പിടിക്കുന്ന കേട്ടോ, ചീനവലയിൽ മീൻ പിടിക്കുന്ന സംഭവമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ തന്നെ വല്ലാർപാടം ടെർമിനലിലേക്ക് പോകുന്ന വഴിക്ക് കേട്ടോ. വല്ലാർപാടം പാലമാണ് ടെർമിനൽ, കണ്ടെയ്നർ ടെർമിനലിലേക്ക് പോകുന്ന പാലമാണ് മുകളിൽ കാണുന്നത്. ഞാനിന്ന് നിൽക്കുന്നത് അതിൻ്റെ താഴെ. ഇനി മറ്റൊരു സംഭവം, ഇനി ഈ വീഡിയോ കഴിഞ്ഞ ശേഷം ഇനി വരാൻ പോകുന്ന വീഡിയോ എല്ലാം ഗോപ്രോ എടുക്കുന്നതായിരിക്കും. സംഭവം എനിക്ക് എടുക്കാനൊന്നും അറിയില്ലെങ്കിലും ഞാനത് നോക്കി പഠിക്കുന്നതായിരിക്കും കേട്ടോ അല്ലേ. ഞാൻ എന്റെ ഗോപ്രോ റെഡി ആക്കട്ടെ. അതെ, നമ്മൾ പാവങ്ങളുടെ ഗോപ്രോ ഇവിടെ ഉണ്ട് കേട്ടോ. പാവങ്ങളുടെ ഗോപ്രോ അല്ല പിന്നെ. അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തിയാണ്. വേറെ ഒന്നുമല്ല, തൊണ്ട കടച്ചിട്ടുള്ളല്ലേ 2 ദിവസം നമ്മൾ ഇതിന്റെ പുറകെ വന്നിട്ട് എന്താ പറയുക. അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം. നാളെ വരാൻ പോകുന്ന വീഡിയോ സർപ്രൈസ് ഉണ്ട്, അത് നിങ്ങളെല്ലാവരും കാണുക. ബൈ.